കഷ്ടപ്പെടാതൊന്നുമല്ല. ഇവിടെ ഇന്ന് ഓരോന്നും പറയുന്നുണ്ടെങ്കിലും എന്റെയും ചേട്ടായുടെയും ജീവിതമാണ് കേട്ടോ പറയണേ. ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. നിങ്ങൾ അനുഭവിക്കുന്നതിനെ കഴിഞ്ഞാൽ കൂടുതൽ ഞാനും ചേട്ടൻ അനുഭവിച്ചിട്ടുണ്ടാവാം. ഞാനും ചേട്ടൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി ഇഷ്യൂ അല്ല, ഇത് പ്രൊഫഷണൽ ഇഷ്യൂ ആണ്. ഈ ഫിലോക്കാലിയ എന്ന പേരിൽ തന്നെ അദ്ദേഹവും കുറച്ച് പേരും ചേർന്നിട്ട് പാരലായിട്ട് കമ്പനി ആക്ടിലെ ഒരു പ്രസ്ഥാനം തുടങ്ങി. അവിടെ നിന്നാണ് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം ഈ പ്രസ്ഥാനത്ത് നടക്കേണ്ട ചില പ്രവർത്തനങ്ങൾ ഭാഗികമായിട്ട് അവർ മരവിപ്പിക്കുകയും വർക്കുകൾ കണ്ടിന്യൂ ആക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഞാനതിനെ ചോദ്യം ചെയ്തു, എതിർത്തു. അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ഇഷ്യൂസ് അല്ല, ഇത് പ്രൊഫഷണൽ ഇഷ്യൂ ആണ്. അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിരിക്കുന്ന ഒരു സംഘം ആളുകൾ ഗൂഢാലോചനപരമായിട്ട് അദ്ദേഹത്തെ മിസ്ലീഡ് ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സങ്കടമില്ല, പ്രശ്നങ്ങളില്ലാത്തവരാണെന്ന് ചിന്തിക്കരുത്. എല്ലാ സൗഭാഗ്യങ്ങളും ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്, ക്ലാസ് എടുക്കണമെന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഒരുപാട് വേദനയുണ്ട്, ഒരുപാട് തീയുണ്ട്. പക്ഷേ അത് എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ലൈഫിന്റെ അച്ചീവ്മെന്റ്. സംഭവിച്ചു പോകുന്നതാണ്. അദ്ദേഹം ഹെൽപ്ലെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ വലയത്തിൽ കുടുങ്ങിപ്പോയി. കാരണം എനിക്ക് തോന്നുന്നത് ഈ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എപ്പോഴും ഒരു വോളണ്ടറി സർവീസാണ്. അതിൽ നമുക്ക് സാലറി എടുക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് യാതൊരുവിധ ബെനിഫിറ്റും ബോർഡ് മെമ്പേഴ്സിനില്ല. അതേസമയം കമ്പനി സെക്ഷൻ ആക്ട് പ്രകാരം തുടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനത്തിൽ എപ്പോഴോ ഞങ്ങൾ ചത്തു പണ്ടാരടക്കേണ്ട സമയം കഴിഞ്ഞ്, എത്രയോ പ്രാവശ്യം ഡിവോഴ്സ് ചെയ്ത് പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ആ റൈറ്റ്, ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ ലാസ്റ്റ് സ്റ്റേജില്, അവിടെ ഞങ്ങൾക്ക് ഇത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റി, ആ വിജയമാണ് നിങ്ങളെടുത്ത് പറഞ്ഞു തരുന്നത്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട്.